ഹായ് ഓൾ. ക്ലാസ് 9ലും നമ്മളെ കാത്തിരിക്കുന്നത് പുതിയ സിലബസ് ആണ്, പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ്. ക്ലാസ് 8ൽ നമ്മൾ ഈ കാര്യം എക്സ്പീരിയൻസ് ചെയ്തതാണ്. പുതിയ NCERT പുസ്തകം ഒരു പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഒരു പക്ഷേ നിങ്ങൾ സ്കൂളിൽ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ എന്തായാലും നിർബന്ധമായും ക്ലാസ് 9ൽ പുതിയ ബുക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ പുതിയ ബുക്കിലേക്ക് വരുമ്പോൾ അതിന്റെ ചാപ്റ്റേഴ്സ് ഏതെല്ലാമാണ്, ഫിസിക്സിലെ ചാപ്റ്റേഴ്സ് ഏതെല്ലാമാണ്, ആ ചാപ്റ്റേഴ്സ് വളരെ ഈസിയായി പഠിക്കാൻ സാധിക്കുന്ന ചാപ്റ്റേഴ്സ് ആണോ, എന്തെല്ലാം ചേഞ്ചുകളാണ് കഴിഞ്ഞ വർഷത്തെ ബുക്കുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായി ഈ വീഡിയോ നോക്കാം. നോക്കൂ മക്കളെ, ഫിസിക്സിന്റെ കാര്യം പറയുന്നത് ഇതാണ് നമ്മുടെ സിലബസ്. CBSE അപ്ഡേറ്റ് തന്നിരിക്കുന്ന സിലബസ്. അതിൽ ഏകദേശം ഒരു 28-29 അത്രയൊക്കെ പേജ് പോകുമ്പോഴാണ് നമുക്ക് ഫിസിക്സിന്റെ സിലബസ് കാണാൻ സാധിക്കുന്നത്. യെസ്, ആദ്യം ബയോളജി, കെമിസ്ട്രി കാണാൻ സാധിക്കും. ഇവിടെയാണ് നമ്മൾ നമ്മുടെ സ്വന്തം ഫിസിക്സ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ മോഷൻ ആണ്. ഫസ്റ്റ് ചാപ്റ്റർ മോഷനിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നോക്കൂ. മോഷൻ, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സലറേഷൻ, വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള മോഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. എന്താണ് ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സലറേഷൻ എന്താണ്? അടുത്ത കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് മോഷനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുന്നത്, എന്തെല്ലാമാണ് അതിന്റെ ഗ്രാഫിക്കൽ രീതികൾ, ഒബ്ജക്ട് റെസ്റ്റിലാണെങ്കിൽ എങ്ങനെയായിരിക്കും ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയാണ്, ആക്സിലേഷൻ ടൈം ഗ്രാഫ് എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. അതിനുശേഷം കൈനമാറ്റിക് ഇക്വേഷൻ, നിങ്ങൾക്ക് ഒരു പക്ഷേ പരിചയമുള്ള ഇക്വേഷൻസ് ആയിരിക്കും. പക്ഷേ ഈ വർഷം വ്യക്തമായി നമ്മൾ പഠിക്കണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ വരുന്നുണ്ട്. V = U + AT = UT + half AT², V² = U² + 2AS തുടങ്ങിയ ഇക്വേഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. ആൻഡ് ഫൈനലി എലിമെന്ററി ഐഡിയാസ് ഓഫ് യൂണിഫോം സർക്കുലർ മോഷൻ. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പുസ്തകത്തിൽ നിന്ന് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് മോഷനിൽ വ്യത്യാസങ്ങളൊന്നും തന്നെ കാണുന്നില്ല. കഴിഞ്ഞ വർഷത്തെ നമ്മൾ പഠിച്ച അതേ പുസ്തകം, നമ്മുടെ സീനിയേഴ്സ് പഠിച്ച അതേ പുസ്തകത്തിലെ കോൺസെപ്റ്റുകൾ തന്നെയാണ് ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ഈസിയാണ്, ഒരു പ്രശ്നവുമില്ല. രണ്ടാമത്തെ ചാപ്റ്ററോ, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 4 ചാപ്റ്റേഴ്സ് നമുക്ക് ആകെ ഉള്ളത്. രണ്ടാമത്തെ ചാപ്റ്റർ വരുന്നു ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ. ഇതും സെയിം പോലെ തന്നെയാണ്, കഴിഞ്ഞ വർഷ പുസ്തകത്തിൽ അതേപോലെ തന്നെയാണ്. ഫോഴ്സ് എന്താണ്, ബാലൻസ് ഫോഴ്സ് എന്താണ്, അൺബാലൻസ് ഫോഴ്സ് എന്താണ്, ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്താണ്, ദെൻ കമ്മിങ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്, മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് തിങ്സ്, ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കാം. മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോഴാണ് ചെറിയൊരു വ്യത്യാസം കാണാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞ വർഷങ്ങളിൽ വർക്ക് എനർജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ വർഷം നോക്കിയാൽ യു ക്യാൻ സി വർക്ക് എനർജി ആൻഡ് സിമ്പിൾ മെഷീൻസ്. സിമ്പിൾ മെഷീൻ എന്ന ഒരു കാര്യം ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ വ്യക്തമായി പഠിക്കും. നമ്മുടെ വർക്ക് സിമ്പിൾ ആക്കാൻ വേണ്ടി, വർക്കിന്റെ എഫേർട്ട് കുറയ്ക്കാൻ വേണ്ടി, എഫേർട്ട്ലെസ് ആയി കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ മെഷീൻസ് അല്ലെ. സോ അവരെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു സെക്ഷൻ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുള്ളി, ഇൻക്ലൈൻ പ്ലെയിൻ, ലിവർ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുണ്ട്. ബേസിക് ആയി വർക്കിനെ കുറിച്ചിട്ടുള്ള വാട്ട് ഈസ് വർക്ക്, വർക്ക് എനർജി തിയറം, മെക്കാനിക്കൽ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, കൺസർവേഷൻ ബിറ്റ്വീൻ കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ചു തന്നെയാണ്. സോ പുതിയൊരു കോൺസെപ്റ്റ് വരുന്നത് ഇവിടെയാണ്, സിമ്പിൾ മെഷീൻസിന്റെ കോൺസെപ്റ്റ്. ഫിസിക്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതിലെ അവസാനത്തെ ചാപ്റ്റർ സൗണ്ട് ആണ്. ബേസിക്കലി ചാപ്റ്ററിന്റെ പേര് സൗണ്ട് എന്നാണ്. അവിടെ നമ്മൾ പ്രൊഡക്ഷൻ ഓഫ് സൗണ്ടിനെ കുറിച്ച് പഠിക്കും. സൗണ്ട് ഇസ് പ്രൊഡ്യൂസ് ബൈ വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ് വ്യക്തമായിട്ട് പഠിക്കും. പ്രൊപ്പഗേഷൻ, അവിടെയാണ് ഈ ചാപ്റ്ററിന്റെ ശരിക്കുള്ള സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കുന്നത്. ആക്ച്വലി ചാപ്റ്ററിന്റെ പേര് സൗണ്ട് എന്നാണെങ്കിൽ പോലും നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് വേവ്സിനെ കുറിച്ച് കൂടിയാണ്. അപ്പൊ സൗണ്ട് ഒരു ലോഞ്ചിറ്റ്യൂഡൽ വേവ് ആണ് എന്ന കാര്യം പഠിക്കും. അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് സൗണ്ട് വേവ്സ് പഠിക്കും. വേവ്സിന്റെ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സൗണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി, വേവ് ലെങ്ത്, ഫ്രീക്വൻസി, ടൈം എന്ന കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പഠിക്കും. പിന്നെയാണ് നമ്മൾ കുറച്ചുകൂടി ഹ്യൂമൻ ബീങ്സിന്റെ കേസിലേക്ക് വരുന്നു. എങ്ങനെയാണ് നമ്മൾ സൗണ്ട് റിസീവ് ചെയ്യുന്നത്, അതിന്റെ ലൗഡ്നെസ്, പിച്ചറിങ് കാര്യങ്ങളൊക്കെ പഠിക്കും. ബേസിക്കലി ഒരു അടിപൊളി ചാപ്റ്റർ തന്നെയാണ്. പുതിയ കാര്യങ്ങളൊന്നും അതിൽ പഠിക്കാനില്ല. നമുക്ക് ചാപ്റ്റർ എക്കോ, റിവർബറേഷൻ എല്ലാ തുടങ്ങിയ കാര്യങ്ങൾക്ക് വെച്ച് അവസാനിപ്പിക്കുകയും ചെയ്യും. സോ ടോട്ടലി പറയുന്ന സമയത്ത് ചാപ്റ്ററുകളുടെ എണ്ണം ഫിസിക്സിൽ കൂടിയിട്ടില്ല. കഴിഞ്ഞ വർഷമുള്ള അതേ ചാപ്റ്റേഴ്സ് തന്നെയാണ് ഈ വർഷവും പഠിക്കാനുള്ളത്. ഈ കാണുന്ന ചാപ്റ്റേഴ്സ് എല്ലാം ക്ലാസ് 11ലാണ് ഇതിന്റെ കണ്ടിന്യൂഷൻ കാണാൻ പോകുന്നത്. സോ അടിപൊളിയായിട്ട് പഠിക്കേണ്ട എല്ലാ ചാപ്റ്റേഴ്സുമാണ്. എല്ലാ കാര്യങ്ങളും സെറ്റാക്കി നിങ്ങളുടെ കൂടെ സെറ്റാക്കി തരാൻ സൈലവും സൈലത്തിന്റെ ടീം നിങ്ങളുടെ കൂടെ ഉണ്ട്. സോ സൈലത്തിന്റെ ബാച്ച് ആയിട്ടുള്ള നിഞ്ച ബാച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പഠനം അടിപൊളിയാക്കാം. സോ ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ്.